ജോലി തട്ടിപ്പ് കേസിൽ കൊച്ചിയിലെ ടേക്ക് ഓഫ് കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപ് പിടിയിലായി. 40-ലധികം പേർക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 24 ആണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. ടെസ്കോ എക്സ്പ്രസ് എന്ന് പറയുന്ന UK സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്ക് ക്യാഷ്യറിൻ്റെ വേക്കൻസിയും സെയിൽസിൽ വേക്കൻസിയും എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയും 6,25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് UK വിസ പ്രോസസ്സിങ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. പ്രോസസ്സ് തുടങ്ങി. പിന്നെ ഒരു ഫേക്കായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ വെച്ചു. ഞങ്ങൾ അന്നേരം അറിയുന്നില്ല. പിന്നെ കുറച്ച് ലാംഗ്വേജിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 2, 3, 4 മാസം കഴിഞ്ഞ് ഇവർ ഈ പൈസ വാങ്ങാനായിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ 1 ലക്ഷം 2 ലക്ഷം വെച്ച് പിന്നെയും പൈസ വാങ്ങുന്നു എന്ന പ്രോസസ്സ് ഒന്നും ചെയ്യുന്നുമില്ല. അധികം പൈസ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ ഓഫീസ്, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഓഫീസ്, പനമ്പള്ളി നഗർ ഓഫീസിലേക്ക് ഞാനൊരു മെയിൽ അയച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസി അല്ല എന്നറിയാൻ കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം. SKN ഗുഡ് മോർണിംഗ്. പൊതുജനം കഴുതയിലൂടെയാണ് നമ്മൾ ഈ തട്ടിപ്പുകാരിയെ, ഇവരുടെ തട്ടിപ്പും പുറം ലോകത്തെ അറിയിച്ചത്. 40-ലധികം പേരെയാണ് SKN, ഈ സ്ത്രീ കാർത്തിക പ്രദീപ് എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനി, അവർ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. ആ സ്ത്രീ തട്ടിപ്പിനിരയാക്കിയത് ഏകദേശം 3-3.5 കോടി രൂപയാണ് ഇവർ തട്ടിപ്പിലൂടെ സ്വന്തമാക്കുകയും ചെയ്തത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് എറണാകുളം സെൻട്രൽ പോലീസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുകയും ഇന്നലെ കോഴിക്കോട് ഒളിവിൽ കഴിഞ്ഞിരുന്ന കാർത്തിക പ്രദീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ നിരവധി പേരെ പറ്റിച്ചത്. പണം ചോദിച്ചവരോടൊക്കെ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞൊരു ഭീഷണി കൂടി ഇവർ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ വീണ്ടും ഒളിവിൽ പോയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഏതായാലും തട്ടിപ്പ് കേസിലാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനം നടത്തിയ അതിൻ്റെ CEO ആയിരുന്ന കാർത്തിക പ്രദീപിനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.